ഞങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ റെഡി. അപ്പൊ ഓജി ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാനും റെഡി. അതുകൊണ്ട് ഓജി ഞാനും റെഡി. ടോക്സിക്കോളജി ടെസ്റ്റിൽ ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, ഹെയർ ടെസ്റ്റ്, ഇതിൽ ഏത് ടെസ്റ്റ് തന്നെ റിലയബിൾ എന്ന് നോക്കാതെ ചലഞ്ചിലേക്ക് പോകുന്നതിന് അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചലഞ്ച് നടന്നുകൊണ്ടിരിക്കുകയല്ലേ, എന്തിനൊക്കെ ചലഞ്ചാണ്. മുന്നേ ഫുഡ് ചലഞ്ച് അത് ഇതൊക്കെ നമ്മൾ കണ്ടിട്ട്, അപ്പൊ ഇങ്ങനെയൊക്കെ ചലഞ്ച് നടക്കുന്നതെന്ന് പറയുമ്പോൾ ഭയങ്കര ക്രേസി ആയിട്ടുള്ള കാര്യം. അപ്പൊ ഇവിടെ ഈ ഒരു ചലഞ്ചിന് ശേഷം എന്നെക്കാൾ തൊട്ട് മുന്നിട്ട വീഡിയോ അദ്ദേഹത്തിന്റെ കോണ്ടന്റ് ആണ് അവിടെ അവതരിപ്പിക്കുന്നത്. ഇതുപോലെയാണ് നമ്മൾ നമ്മുടെ കോണ്ടന്റ് വൈറാലിറ്റിയുമായി കണക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എന്താവുന്നത് വെച്ചാൽ നമുക്ക് ക്വിക്ക് ആയിട്ടുള്ള ഒരു വിസിബിലിറ്റി കിട്ടും. എന്റെ പ്രീവിയസ് വീഡിയോസ് എടുത്ത് നോക്കിയാൽ മതി. ഈ ടോപ്പിക്കുമായി കണക്ട് ചെയ്തിട്ട് എനിക്ക് പറയാനുള്ളത് പറഞ്ഞപ്പോൾ എനിക്ക് നല്ല വ്യൂസ് വിസിബിലിറ്റി കിട്ടി. പക്ഷെ ഞാൻ വെറുതെ ഇരുന്നിട്ട് ഇവിടെ എന്റെ കോണ്ടന്റ് പറയുകയാണെങ്കിൽ ചിലപ്പോൾ അത്രയും വിസിബിലിറ്റി കിട്ടണമെന്നില്ല. അപ്പൊ അത് എന്റെ സ്ട്രാറ്റജിയാണ്. നിങ്ങൾക്ക് ഈ സെയിം സ്ട്രാറ്റജി യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒന്ന് ശ്രദ്ധിക്കണം, നെഗറ്റീവ് കോണ്ടന്റ് അല്ലെങ്കിൽ നെഗറ്റീവ് ടോപ്പിക്സ് എടുത്ത് നിങ്ങൾ പെരുമാറുമ്പോൾ അത് നിങ്ങളുടെ ബിസിനസ്സിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡിങ്ങിനോ ബാധിക്കാത്ത രീതിയിൽ വേണം നിങ്ങൾ ഹാൻഡിൽ ചെയ്യുക. അത് നിങ്ങൾക്ക് ഗുണം ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ നൈസായിട്ട് പണി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഉള്ളവരോടൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം, മെസ്സേജ് അയക്കാം. കൂടുതൽ കോണ്ടന്റ് ക്രിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ്, ബിസിനസ് ഗ്രോ ചെയ്യാനുള്ള ഐഡിയാസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ അക്കൗണ്ട് ഫോളോ ചെയ്യുക.